ഹലോ, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ കുറച്ചധികം പണികൾ നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല, മുറ്റൊക്കെ മൊത്തം ചളി പിടിച്ച് കിടക്കുകയായിരുന്നു. ഈ ഗാർഡൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ക്ലീനിങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇതിലൊരു 90% പണികൾ കഴിഞ്ഞപ്പോൾ തന്നെ മുറ്റം ഒരു 2-3 ദിവസം നല്ല റിസ്ക് എടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് ഈ ലോൺ വെച്ചത്. അപ്പോൾ അതിൽ മൊത്തം പിന്നെ അത് നനക്കലൊക്കെ ആയപ്പം ആ ചളിയും ചവിട്ടി ഇതിൽ വന്നിട്ട് മൊത്തത്തിൽ ചളി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഇന്നൊരു ടീം വന്നിട്ടുണ്ട് ക്ലീനാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ അല്ലി ഒരു നമ്മുടെ ഇതിലുള്ള ഒരു ഓറഞ്ച് ഉണ്ട്, ചെറിയ ഓറഞ്ചാണ്. ഇത് ഭയങ്കര പുളിയുള്ളൊരു സാധനമാണ്, ഞങ്ങൾ ആരും കഴിക്കലില്ല. പക്ഷെ ഇന്ന് ഇതൊന്ന് കഴിച്ചു വെക്കണം. കാരണം ഇതാ നമ്മുടെ ഗാർഡനിൽ മിറാക്കിൾ ഫ്രൂട്ട് നല്ല പഴുത്ത് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ ഒരു ടൈം കഴിച്ചിട്ടുള്ളൂ, ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. അപ്പം ഇത് കഴിച്ചിട്ട് ഈ ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവും നോക്കാമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ വായിൽ വെക്കാൻ പറ്റില്ല, അത്രയും പുളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻകുട്ടന്മാർ ഇതാ ആളൊന്നും ഇല്ലാത്ത ടൈമിൽ ഒരു പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ആളനക്കം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടി ഒളിച്ചോളും. അങ്ങനെ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച് ഇത് കണ്ടോ, ചെറുനാരങ്ങൻ്റെ അത്രയും വലിപ്പമല്ല, പക്ഷേ ഇങ്ങനെ തൊലിച്ച് കഴിഞ്ഞാൽ ഓറഞ്ചാണ്. ഉള്ളിലിങ്ങനെ ഓരോ അല്ലിയായിട്ട് ഓറഞ്ചാണ് സംഭവം. നല്ല പുളിയാണ് കേട്ടോ. പക്ഷേ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ടില്ലേ, അതിന് നല്ലൊരു മധുരം, പുളി ഒട്ടും അറിയണില്ല. അങ്ങനെ ഞാനിപ്പോൾ ഒരു 4 ദിവസം വിരുന്നൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എൻ്റെ ZZ പ്ലാന്റിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓവർ വാട്ടർ ആയി കഴിഞ്ഞാലും ഇതുപോലെ ചീഞ്ഞ് വരും. അപ്പോൾ കേട് വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ വിറകിലൂടെ ഉമ്മ നേരെ അകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി കിച്ചണിൽ പോയാൽ എന്തെങ്കിലും പണിയാവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കത്തിയൊക്കെ ഇവിടെ ഇട്ട് ഇതിന് അധികം ഡെക്കറേറ്റ് ചെയ്യാൻ നിൽക്കണില്ല, ഉള്ള പോലെ അങ്ങനെ കുത്തി വെച്ച് ഓടുകയാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ ചെന്നപ്പോൾ അവിടെ ഞാനിപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം കാണിച്ചു തരാം. ഇത് ബജാജിൻ്റെ ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് ഈ രാവിലത്തെ ബിസി ടൈമിലല്ലേ നമ്മൾ ഈസി ആയിട്ട് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. കുക്കർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് റെസിപ്പീസും റൈസൊക്കെ, മിക്സഡ് റൈസ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒന്നിട്ടിട്ട് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ലഞ്ച് റെഡി. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള കറികളൊക്കെ എന്തെങ്കിലും പയർ അങ്ങനെ കുറച്ചുള്ള ഐറ്റംസൊക്കെ വെക്കാനൊക്കെ നല്ല യൂസാണ് ഈ ചെറിയൊരു കുക്കർ. ഇത്രയേ ഇതിൻ്റെ വലിപ്പം വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ കയ്യിൽ ഒതുങ്ങുന്ന വിധത്തിലുള്ളൊരു ഇതാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു വാങ്ങിയത്. പ്രോഡക്റ്റൊക്കെ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വീട്ടിൽ ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ മഴയൊക്കെ പെയ്താൽ നല്ലോണം സിറ്റ് ഔട്ടിലേക്ക് വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്ലാസിൻ്റെ ടൈപ്പ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ ഇന്നലെ എടുത്ത പണിയാണ്. എൻ്റെ വാർഡ്രോബ് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും. കാരണം ഇഷ്ടം പോലെ എല്ലാവരുടെ ഡ്രസ്സും ഇതിനകത്താണ്. ഞങ്ങൾ 5 ആളുടെ ഡ്രസ്സും ഇപ്പോൾ ഇതിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മിലിൻ്റെ ഡ്രസ്സ് മൊത്തം ഞാൻ ഈ കൊട്ടയിൽ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയ ടൈമിൽ കുട്ടികളുടെ ആക്സസറീസും സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഇത്. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് മിലിൻ്റെ ഡെയിലി വെയറൊക്കെ ഇതിലേക്ക് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മൊത്തത്തിൽ എൻ്റെ വാർഡ്രോബിൽ എന്തായാലും കൊള്ളൂല. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ മൾട്ടിപർപ്പസ് ഡ്രോയറിൻ്റെ ഏറ്റവും എന്ത് ഐറ്റംസും നമുക്കിതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്നുള്ളതാണല്ലേ. അപ്പോൾ ഞാനിപ്പം ഒരു 2 ഡ്രോയർ സെറ്റ് ചെയ്തിട്ട് അത് വാർഡ്രോബിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി 2 എണ്ണത്തിൽ കുട്ടികളുടെ കുറച്ച് വേറെ ഓല ക്രാഫ്റ്റിംഗ് ഐറ്റംസും മിനിൻ്റെ ടോയ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓളെ ഞാൻ ഉറക്കി അപ്പുറത്തുനിന്നതാ ഉണർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തൊട്ടിൽ അനങ്ങുന്നത്. അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് കുറച്ച് ചെറുതാണ്, ഇതിൻ്റെ നല്ല കുറച്ച് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള കുറച്ച് വലുതും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പം അങ്ങനെ അതും നല്ല യൂസാണ് കേട്ടോ. വാർഡ്രോബിൽ എത്ര സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കണമെങ്കിലല്ലേ ഇതുപോലുള്ള ഓർഗനൈസർ ഉണ്ടായാൽ, ബാസ്ക്കറ്റൊക്കെ ഉണ്ടായാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇനി മിലിൻ്റെ ഡ്രസ്സ് ഇതിൽ വെക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഉണ്ടോ മൊത്തത്തിലൊന്നിലായിരിക്കും, ഒന്നെടുക്കുമ്പോൾ മൊത്തത്തിൽ കുഴഞ്ഞ് മറിഞ്ഞ് പോവും. അപ്പോൾ ഇതിൽ ഡെയിലി വെയറും
അങ്ങനെ പെട്ടെന്ന് എടുക്കേണ്ട ഐറ്റംസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഞാൻ അതിൻ്റെ തലേന്ന് എടുത്തിട്ടുള്ളതാണ്. മൊത്തം ഡ്രസ്സൊക്കെ ഇതിലായതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല, എന്നാൽ ബാക്കിയൊന്നും വെക്കാനും സ്പേസ് ഇല്ല എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. മിലി കാണാതെ എടുത്ത് വെച്ചൊരു സ്പൂണായിരുന്നു അത്. അപ്പോൾ ഞാനൊരു സാരി ബാഗ് കൊണ്ടുവന്ന് അതിലേക്ക് പാർട്ടി വെയർ ഡ്രസ്സൊക്കെ, ഇതൊന്നും നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ല. അപ്പോൾ എന്നാൽ അതിന് ഇത് വേറൊരു വാർഡ്രോബിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. ആവശ്യമുള്ള ടൈമിൽ അവിടുന്ന് ഈ സാരി ബാഗ് എടുത്ത് പോന്നാൽ മതിയല്ലോ. അപ്പോൾ അത് മൊത്തം അതിലേക്ക് ഇട്ട് അവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് ആയിട്ട് നമ്മൾ പണികൾ കഴിഞ്ഞപ്പോൾ കേട്ടോ, മുറ്റം ക്ലീനിങ്ങിൻ്റെ. അപ്പോൾ അത് നന്നായിട്ട് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരു 2 പേരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവർ 2 പേരും കൂടെ കൂടിയിട്ട് നല്ല ഡീപ്പായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാനിപ്പം ഇങ്ങനെ വാർഡ്രോബും ഒന്നും ഇപ്പോൾ മിലി ഉള്ളത് കൊണ്ട് തന്നെ ഒരു പണി കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. കുറേശ്ശെ ഇങ്ങനെ ഒന്നെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് അതിന് തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെയാണ് ഒരു ഇത് നമ്മൾ എന്തിനെങ്കിലും ഒന്ന് ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആണ്. ഒരു 3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും. അതിപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പുറത്തിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അല്ലിൻ്റെ ഒരു സ്ക്രാച്ച് നോട്ടും കൊണ്ടുവന്നതാണ് കേട്ടോ. കളർഫുള്ളായി കിട്ടും. എങ്ങനെ റേസ് ചെയ്യാം? ചിലപ്പോൾ താഴെ പോവും, ഒരു ദിവസം കുറച്ച് കഴിഞ്ഞിട്ട് പോവും. റേസ് ചെയ്യാൻ പച്ചക്കറി മാജിക് ബുക്കാണ്, റേസറൊന്നും ഉണ്ടാവില്ല. സ്ക്രാച്ച് സ്കൂളൊക്കെ തുറന്ന് ഇവർ പഠിക്കാനിരുന്നാൽ മിലിക്കതാ ഇപ്പോൾ അവളുടെ ഒരു ടോയ്സ് അവൾക്ക് വേണ്ട, ഓരോ ബുക്ക് മാത്രം മതി. മിലി വാ. മിലി മിലി അങ്ങനെ ഒരു വിധത്തിൽ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ച് സോഫയിലേക്ക് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്നൊന്നും അങ്ങനെ ഇറങ്ങി പോവില്ല. ഇനിയിപ്പോൾ അതൊന്നും കാണിച്ചു കൊടുത്തിട്ട് ഓളൊന്നും മെയിൻ്റെ പോലും ചെയ്യണില്ല കേട്ടോ. അതേക്കൊന്നും ഓൾക്ക് അപ്പോഴും ബുക്ക് തന്നെ വേണം എന്നുള്ളതിലാണ്. പിന്നെ എന്തോന്ന് കിട്ടിയപ്പോൾ അത് വായിലിട്ട് അങ്ങനെ ഇരുന്നു. ബാക്കി ഐറ്റംസ് ഒന്നും ഓൾ നോക്കണ പോലും ഇല്ല. പിന്നെ ഞാനിപ്പോൾ കുറച്ച് സ്കൂളിലേക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് എക്സസറീസ് കാണിച്ചു തരാം. നല്ല ക്യൂട്ടായിട്ടുള്ള പൗച്ചസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ നല്ല സിപ്പ് വരുന്ന ഒരു ബോക്സ് ടൈപ്പിൽ വരുന്ന ഒരു പൗച്ചാണിത്. പിന്നെ ഇത് പൊന്നുവിനെടുത്തിട്ടുള്ളൊരു പൗച്ച്. പിന്നെ ഒരു പേസ്റ്റലിൻ്റെ ഹൈലൈറ്റേഴ്സാണിത്. അങ്ങനെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഐറ്റംസൊക്കെ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആ പൗച്ചിൽ നല്ല സിബ്ബായിട്ടൊക്കെ ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. കുട്ടികളുടെ എറേസറും കാര്യങ്ങളൊന്നും ചാടി പോകുന്ന പ്രശ്നം വരില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും ഐറ്റംസ് ചെക്ക് ചെയ്ത് നോക്കാം.